വെൽക്കം ടു വേൾഡ് ഓഫ് എസ് എ സ്പീച്ച്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡലൗസി പ്രഭു. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ദണ്ഡി യാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് എന്നാണ്? 1947 ജൂൺ 3. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം, ഇത് പറഞ്ഞതാര്? റോബർട്ട് ക്ലേവ്. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ? പോർച്ചുഗീസുകാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. ഏത് സംഭവത്തിൽ മനം നൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് എന്നാണ്? ഒക്ടോബർ 16. ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12. ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം ഏതായിരുന്നു? ഇന്ത്യൻ നാവിക കലാപം. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആരായിരുന്നു? അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു. എവിടെ വച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെയിൽ വച്ച്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 61ാമത്തെ വയസ്സിൽ. വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? വാർധ പദ്ധതി. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം? യങ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? 168 ദിവസം. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം? 1906. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? കഴ്സൺ പ്രഭു. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്.